സൈനികരുടെ കൗശലബുദ്ധി അനുസരിച്ച് രാജ്ഞി രോഗം അഭിനയിച്ച് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. രാജ്ഞിയുടെ അസുഖം ഭേദമാക്കാൻ രാജാവ് വൈദ്യന്മാരെയെല്ലാം വിളിച്ചുവരുത്തി. രാജ്ഞി രോഗം വർദ്ധിക്കുന്നതുപോലെ അഭിനയിക്കാനും തുടങ്ങി. ഈ സമയത്ത് പഴയ സൈനികർ ഒരു ദുഷ്ടനെ വൈദ്യവേഷത്തിൽ കൊട്ടാരത്തിലെത്തിച്ചു. സൈനികർ പറഞ്ഞുകൊടുത്ത പ്രകാരം കപടവൈദ്യൻ അഭിനയിക്കാൻ തുടങ്ങി. ഇതുവരെ വന്നവരെല്ലാം യഥാർത്ഥ വൈദ്യന്മാരല്ലെന്നും അതുകൊണ്ട് തന്നെയാണ് അവർക്കാർക്കും തമ്പുരാട്ടിയുടെ രോഗം കണ്ടെത്താൻ കഴിയാതെ പോയതെന്നും എന്നാൽ തനിക്ക് തമ്പുരാട്ടിയുടെ രോഗം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും തമ്പുരാട്ടിക്ക് വന്നിട്ടുള്ളത് കടുത്ത വ്യാധിയാണെന്നും എത്രയും പെട്ടെന്ന് രോഗം മാറ്റാഞ്ഞാൽ തമ്പുരാട്ടിയുടെ ജീവൻ എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും കപടവൈദ്യൻ പറയുന്നു. ഈ രോഗത്തിന് ഒരേ ഒരു മരുന്ന് പുലിപ്പാൽ മാത്രമാണെന്നും 3 നാഴി പുലിപ്പാൽ കിട്ടിയാൽ 3.25 നാഴിക കൊണ്ട് രോഗം ഭേദമാക്കാനാകുമെന്നും ആ കപടവൈദ്യൻ രാജാവിനോട് പറയുന്നു. പുലിപ്പാൽ കിട്ടാതെ രാജ്ഞിയുടെ അസുഖം മാറില്ലെന്നറിഞ്ഞ രാജാവ് ഏറെ വിഷമത്തിലായി. ഇല്ലാത്ത ദീനത്തിന് കിട്ടാത്ത മരുന്ന് എന്നുള്ള പ്രയോഗം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. പെറ്റുകിടക്കുന്ന പുലിയെ പിടിച്ച് പാൽ കറന്നെടുക്കാൻ ആരാണ് ധൈര്യം കാട്ടുക? മനുഷ്യൻ വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് രാജാവ്. അപ്പോൾ വൈദ്യൻ ഇവിടെ തിരുമേനിയുടെ സേവകനും സേനാനായകനുമായ ആ മലയാളി യുവാവിനെ കൽപ്പിച്ചയച്ചാൽ ഇത് സാധ്യമാകും. ഉടനെ രാജാവ് അയ്യപ്പനെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അയ്യപ്പൻ യാത്രയായി. ഇതുതന്നെയാണ് പഴയ സൈനികർ ആഗ്രഹിച്ചതും. പുലി അയ്യപ്പനെ വധിക്കുകയും അങ്ങനെ അയ്യപ്പന്റെ ശല്യം ഇല്ലാതാവുകയും ചെയ്യും എന്ന വ്യാമോഹത്തിലാണ് പഴയ സൈനികർ ഇങ്ങനെ കള്ളവൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്നാൽ സൈനികരുടെ വ്യാമോഹം ഫലിച്ചില്ല. അയ്യപ്പൻ കാട്ടിൽ ചെന്ന് ഒട്ടുമിക്ക പുലികളെയും പുലിക്കുട്ടികളെയും തടുത്തടിച്ചുകൊണ്ട് ഒരു പുലിയുടെ പുറത്തു കയറി രാജധാനിയിലേക്ക് വന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന സൈനികരും നാട്ടുകാരും പേടിച്ച് ഓടി ഒളിച്ചു. പുലി ശബ്ദം കേട്ടപ്പോൾ തന്നെ വയറുവേദന അഭിനയിച്ചു കിടന്ന രാജ്ഞി എണീറ്റ് നടന്നു തുടങ്ങി. രാജാവ് ഏറ്റവും ഭയാസക്തനായി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അയ്യപ്പൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ആദ്യമേ തന്നെ തോന്നിയിരുന്നെങ്കിലും രാജാവിന് ഇപ്പോൾ അത് തീർച്ചയായി. അദ്ദേഹം അയ്യപ്പൻ്റെ പാദത്തിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. അല്ലയോ സ്വാമിൻ, അവിടുന്ന് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് വേണ്ടതുപോലെ അങ്ങയെ ആദരിക്കാൻ കഴിയാഞ്ഞത്. അവിടുത്തെ ഒരു സേവകന്റെ നിലയിൽ മാത്രമാണ് ഞാൻ കണ്ടുപോകുന്നത്. എൻ്റെ ഈ അപരാധത്തെ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഈ പുലികളെ കണ്ട് പേടിച്ച് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഭയപരവശരായി തീർന്നിരിക്കുന്നു. അതിനാൽ ദയവ് ചെയ്ത് ഈ പുലികളെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണം. ഇത് കേട്ട് അയ്യപ്പൻ, അങ്ങ് എന്നെ അനാദരിച്ചിട്ടില്ല, വേണ്ട ബഹുമാനം തന്നിട്ടുമുണ്ട്. അങ്ങയുടെ സൈനികന്മാരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അവർക്കൊരു തെറ്റുപറ്റി. ഞാനിവിടെ നിൽക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവാൻ എന്നെ അനുവദിക്കണം. ഭവാനും ഈ ദിക്കിലുള്ള വാസം സുഖകരമായിരിക്കില്ല. അതുകൊണ്ട് മലയാള ദേശത്തേക്ക് പോരുകയാവും നല്ലത്. അവിടെ വരുമ്പോൾ എൻ്റെ സ്ഥിരവാസം എവിടെയാണെന്ന് ഞാൻ അറിയിക്കാം. ഇത്രയും പറഞ്ഞ് അയ്യപ്പൻ പുലികളുമായി യാത്രയായി. അയ്യപ്പൻ്റെ അസാന്നിധ്യം രാജാവിനെ ഏറെ ദുഃഖിതനാക്കി. അയ്യപ്പനെക്കുറിച്ച് രാജാവ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമായി കണ്ടപ്പോൾ അയ്യപ്പൻ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്ത് അദ്ദേഹം ശ്രീ പരമേശ്വരന് വിഷ്ണുമായയിൽ ജനിച്ച ശാസ്താവാണെന്ന് സ്പഷ്ടമാകുന്നു. സാക്ഷാൽ അയ്യപ്പനായിരുന്നു അതെന്ന് രാജാവ് മനസ്സിലാക്കി. മുന്നേ ഇതൊന്നും ഊഹിച്ചെടുക്കാൻ കഴിയാഞ്ഞത് അബദ്ധമായി പോയെന്ന് രാജാവ് ചിന്തിക്കുന്നു. അയ്യപ്പൻ ഇവിടെ ഇല്ലാതായതുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും. അതിനാൽ ഇവിടം വിട്ട് മലയാള ദേശത്തിലേക്ക് പോവുകയാണ് നല്ലതെന്ന് കരുതി രാജാവ് കുടുംബത്തെയും കൊണ്ട് കേരളത്തിലേക്ക് പുറപ്പെട്ടു. വസ്തുവകകളെല്ലാം പാട്ടത്തിലാക്കി പലർക്കും പതിച്ചു കൊടുക്കുകയും പണവും പണ്ടങ്ങളും ഭരണിപാത്രങ്ങളും മറ്റുമെടുത്ത് രാജാവ് മലയാള ദേശത്തേക്ക് പോന്നു. പല ദേശങ്ങളും കണ്ട് അദ്ദേഹം പന്തളം എന്ന ദേശത്ത് എത്തിച്ചേർന്നു. ആ പ്രദേശം അക്കാലത്ത് കൈപ്പുഴ തമ്പാൻ പ്രസിദ്ധനായിരുന്ന ഒരിടപ്രഭുവിൻ്റെ കൈവശത്തിലായിരുന്നു. അവിടെ ഏതാനും സ്ഥലം ആ തമ്പാനോട് വിലയ്ക്ക് വാങ്ങി ഒരു കോവിലകം പണിയിച്ച് രാജാവ് കുടുംബസമേതം അവിടെ താമസിച്ചു തുടങ്ങി. പന്തളം എന്നറിയപ്പെടുന്ന പ്രദേശം 12 കരകൾ കൂടിയതാണ്. അവയിൽ ഒരു കരയുടെ പേരാണ് കൈപ്പുഴ. തമ്പാന്റെ കോവിലകം ആ കരയിലായിരുന്നതുകൊണ്ടാണ് അവർക്ക് കൈപ്പുഴ തമ്പാൻ എന്ന പേര് കൈവന്നത്. പാണ്ഡ്യരാജാവ് വന്ന് പന്തളത്ത് താമസിച്ചതിൽ പിന്നെ ആ കുടുംബക്കാരുടെ പേര് പന്തളത്ത് രാജാവെന്നുമായി. അയ്യപ്പസ്വാമി പാണ്ഡ്യരാജാവിനോട് യാത്രയും പറഞ്ഞു പോയത് കേരള ദേശത്തേക്ക് തന്നെ.
കിഴക്കേ അതിർത്തിയിലെത്തിയപ്പോൾ അവിടെ സാക്ഷാൽ പരശുരാമ മഹർഷിയെ കണ്ടെത്തി. കേരളത്തിന്റെ രക്ഷയ്ക്കായി കിഴക്കേ അതിർത്തിയായ മലകളിലും പടിഞ്ഞാറേ അതിർത്തിയായ കടൽ തീരങ്ങളിലും സ്വാമിയുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് അയ്യപ്പസ്വാമിയോട് പരശുരാമ മഹർഷി പറയുന്നു. ഇനി സ്വാമിയെ കണ്ടെത്തിയതായ ഈ സ്ഥലത്തും ഞാൻ സ്വാമിയുടെ ഒരു ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വിചാരിക്കുകയാണ് എന്നും പരശുരാമ മഹർഷി പറയുന്നു. പണ്ട് മാതംഗ മഹർഷി മുതലായ തപോധനന്മാർ ആശ്രമം സ്ഥാപിച്ച് തപസ് ചെയ്ത് തപോധനന്മാരുടെ പാദശുശ്രൂഷ നിമിത്തം വലിയ തപസ്വിനിയായി തീർന്ന ശബരി ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രന്റെ ദർശനം കൊണ്ട് മുക്തയായത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഇപ്രകാരമുള്ള ഈ പുണ്യസ്ഥലത്ത് സ്വാമിയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടായിരിക്കണം. പരശുരാമൻ അയ്യപ്പസ്വാമിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ശബരി താമസിച്ച് തപസ് ചെയ്യുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തതായ ആ പർവ്വതത്തെ ശബരിഗിരി എന്ന് നാമം കൽപ്പിക്കുകയും ചെയ്തു. പാണ്ഡ്യരാജാവ് മലയാള രാജ്യത്ത് വന്ന് പന്തള രാജാവായി താമസം തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഉറക്കത്തിൽ അയ്യപ്പനെ സ്വപ്നം കാണുകയും സ്വപ്നത്തിൽ അദ്ദേഹം താനിപ്പോൾ ശബരിമലയിലാണ് താമസം, അവിടെ വന്നാൽ തന്നെ കാണാമെന്ന് പറയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ പരിവാരങ്ങളോടുകൂടി രാജാവ് ശബരിമലയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി കാടുകൾ വെട്ടിത്തെളിച്ച് നോക്കിച്ചെന്നപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു. എങ്കിലും അയ്യപ്പനെ നേരിട്ട് കാണാഞ്ഞതിനാൽ രാജാവിനൊരു മനോവിഷമം. ഇപ്പോൾ എൻ്റെ വിഗ്രഹം കണ്ടാൽ മതി, എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നും ആ ബിംബത്തിൽ പൂജിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും ആരോ പറയുന്നത് പോലെ രാജാവിന് അനുഭവപ്പെട്ടു. സ്വാമി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് രാജാവ് വിശ്വസിച്ചു. രാജാവ് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് വേണ്ടുന്ന ആളുകളെയും സാധനങ്ങളുമെല്ലാം അവിടെ വരുത്തി അമ്പലം പണിയിച്ച് പൂജാ നടപടികൾ തുടങ്ങി. പന്തളത്ത് രാജാവ് ആണ്ടുതോറും മകരസംക്രാന്തിക്ക് ശബരിമലയിൽ പോകുകയും 6-7 ദിവസം അവിടെ താമസിക്കുകയും പതിവാണെങ്കിലും നടക്കി നേരെ നിന്ന് സ്വാമിയെ വന്ദിക്കുക ഇല്ലെന്നാണ് വിശ്വാസങ്ങളിൽ പറയുന്നത്. ഇതിനൊരു കാരണവും പറയുന്നുണ്ട്. അയ്യപ്പസ്വാമി രാജാവിൻ്റെ സേനാനായകനായി താമസിച്ചിരുന്ന ആളാണല്ലോ. അതിനാൽ രാജാവ് നേരെ ചെല്ലുമ്പോൾ സ്വാമി എണീറ്റ് ആചാരം ചെയ്യണം. അതിനിടവരുത്താതിരിക്കാനാണ് എന്നാണ് ഒരു പക്ഷക്കാർ പറയുന്നത്. അതല്ല, ശബരിമല ശാസ്താവിനെ പ്രതിഷ്ഠിച്ചത് പരശുരാമനും പന്തളത്ത് രാജാവ് ക്ഷത്രിയനുമാണല്ലോ. അതുകൊണ്ട് പരശുരാമനോടുള്ള പൂർവ്വവൈര്യം നിമിത്തമാണ് രാജാവ് നടക്കി നേരെ പോവാത്തതെന്നും വേറൊരു കൂട്ടരുടെ വിശ്വാസം. എൻ്റെ കഥാവായന നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഥകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്